ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇഞ്ചിപ്പുല്ല് എന്ന സസ്യത്തെക്കുറിച്ചാണ്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും ഔഷധവുമായ ഇഞ്ചിപ്പുല്ല് വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് എന്നാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിവപോക്കൺ ഫ്ലക്സുപോസസ് എന്നാണ്. തിരുവപ്പുല്ല് എന്നും പേരുണ്ട്. പുല്ല് വാറ്റിയാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൽ ഇഞ്ചിപ്പുല്ല് ചേർക്കാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഓടക്കാലിയിൽ ഒരു പുൽത്തൈല ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. സംസ്കൃതത്തിൽ കർപ്പൂര തൃണ, സുഗന്ധതൃണ എന്നും തമിഴിൽ വാസനപ്പുല്ല്, കർപ്പൂരപ്പുല്ല് എന്നും തെലുങ്കിൽ വാസനഗഡ്ഡി, ചിപ്പക്കഡ്ഡി എന്നുമൊക്കെയാണ് പേരുകൾ. ഇഞ്ചിപ്പുല്ല് എന്ന സസ്യത്തിൽ നിന്നും വാറ്റിയെടുക്കുന്ന സുഗന്ധമുള്ള എണ്ണയാണ് പുൽത്തൈലം. കീടനാശിനിയായും പുൽത്തൈലം ഉപയോഗിച്ചു വരുന്നു. താളിയോല ഗ്രന്ഥങ്ങൾ കാലങ്ങളോളം കേട് കൂടാതിരിക്കുന്നതിനായി പുൽത്തൈലം പുരട്ടി സൂക്ഷിച്ചു വരുന്നു. ചില ഇനം ഇഞ്ചിപ്പുല്ലുകളിൽ നിന്നുള്ള തൈലം ഭക്ഷണം കേടാകാതിരിക്കാനും സുഗന്ധ വ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. പുൽത്തൈലം ഉപയോഗിച്ച് ചായ തുടങ്ങിയ പാനീയങ്ങളുടെ രുചി വർദ്ധിപ്പിക്കാറുണ്ട്. തേനീച്ച വളർത്തലിലും പുൽത്തൈലം ഉപയോഗിക്കുന്നു. കാട്ടിൽ സ്വാഭാവികമായി വളരുന്ന സുഗന്ധമുള്ള പുല്ലുവർഗമാണ്. ഇലകൾ നീളമുള്ളതും കുറച്ച് കാഠിന്യമുള്ളതുമാണ്. വേരിന് ശക്തമായ സുഗന്ധഗുണം ഇവയ്ക്കുണ്ട്. ഇവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് വയറുവേദന, അജീർണം, ചർമ്മരോഗങ്ങൾ, സുഗന്ധതൈലം തുടങ്ങിയവയാണ്. പകുതി സൂര്യപ്രകാശം മുതൽ പൂർണ്ണ സൂര്യപ്രകാശം വരെ നന്നായിരിക്കും. കനത്ത തണലിൽ വളർച്ച കുറയും. വെള്ളം തടിച്ചു നിൽക്കാത്ത തണുത്ത ഇളം മണൽ കലർന്ന മണ്ണ് ഏറ്റവും അനുയോജ്യം. സാധാരണയായി റൈസോം വേർപിണ്ണാക്കുകൾ ഉപയോഗിച്ച് കൂടിപ്പിടിക്കും. ചെറുതുണ്ടുകൾ മണ്ണിൽ 3-4 സെൻറ്റിമീറ്റർ ആഴത്തിൽ നട്ട് മണ്ണ് നനവോടെ വയ്ക്കുക. മണ്ണ് നനവോടെ സൂക്ഷിക്കുക. അധിക വെള്ളം കുതിർന്നാൽ വേരുകൾ പുഴുങ്ങും. 45 മുതൽ 60 ദിവസത്തിന് ഇടയിൽ ജൈവവളം ചേർക്കുക. കൃഷിയിടത്തിൽ വളർത്തുന്നുണ്ടെങ്കിൽ 40 മുതൽ 50 ദിവസം ഇടവിട്ട് NPK 10-26-26 ലഘുവായി നൽകാം. സാധാരണയായി വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അധിക നനവിൽ ചുവന്ന പുഴു, വേർപ്പൊഴിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ കാണാം. ആവശ്യമായാൽ നീം ഓയിൽ സ്പ്രേ ഉപയോഗിക്കുക. 4 മുതൽ 5 മാസത്തിനകം വേരുകൾ സുഗന്ധം കൂടുതലാകുന്നു. വേരുകൾ എടുത്ത് ഉണക്കി സൂക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.